എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നല്ലതുപോലെ പഠിക്കണം. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ. അല്ലാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. നീ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കാം. എല്ലാം നിനക്ക് ഞാൻ തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളയാ പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. നിനക്ക് മാത്രമല്ല, നിനക്ക് തരാ, നിന്റെ ഭാര്യയ്ക്ക് തരാ, നിന്റെ മക്കൾക്ക് തരാ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. വെമ്പായത്ത് ആരുടെ വീടിന്റെ അകത്ത് തിന്നാ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നാലും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ല. നിന്റെ മക്കള് തിന്നാനില്ലാതെ കരയൂല. നിന്റെ ഭാര്യ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരൂല. പറയുകയാണ്, ഒരേ ഒരു നന്മ ചെയ്താ മതി, ഒരേ ഒരു നന്മ ചെയ്താ മതി. ആ നന്മ ഏതെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് വഅദ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് ഉദവെടുത്തിട്ട് സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. ആ അവസാനത്തെ പേജിനകത്ത് ഇങ്ങനെ ഒരായത്ത് കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. സൂറത്തു താഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. അല്ലാഹു പറയുകയാ, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, തലകുത്തി ഒന്നും നിൽക്കണ്ട. നീ പള്ളി ഒന്നും കെട്ടിക്കൊടുക്കണ്ട, പെങ്ങളെ ഹജ്ജിനും ഉംറയ്ക്കൊന്നും പോകണ്ട. അള്ളാഹു പറയുന്നു, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിച്ചാ മതി, ഞാൻ തരാൻ നിനക്ക് ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? 5 നേരം നീ നിസ്കരിച്ചാ മതി. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകു. അല്ലാഹ് പറയുന്നു, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ബാങ്ക് വിളിക്കുമ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെങ്ങനെ? പള്ളി നിസ്കാരം നടക്കുമ്പോഴും നീ കച്ചവടം നടത്തും. നീ വെള്ളിയാഴ്ച 1 മണിക്കാ പോണേ, ഇമാമ് ഖുതുബയ്ക്ക് കയറുമ്പോ അപ്പോഴാ നീ പോണേ. എന്നിട്ട് നിനക്ക് എന്ത് വേണം? സമ്പത്ത് വേണം. എന്ത് വേണം? എല്ലാം അല്ലാഹ് തരും, കാത്തിരുന്നു. അള്ളാഹു പറയുന്നു, നീ 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെമ്പായത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെമ്പായത്ത് ഈ ഇരിക്കണതിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ആരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഉണ്ടായിരിക്കണേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങളുടെ പള്ളിയിലെ ഇമാമ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ഉസ്താദന്മാരുടെ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദന്മാരാ. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉസ്താദിനെ ഏറ്റവും നല്ല ഫുഡ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന്. കിളയ്ക്കാൻ പോകുന്നവനുണ്ട് 800 രൂപ, 900 രൂപ, 1000 രൂപ. ഉസ്താദിനോ?
ഉസ്താദിന്റെ ശമ്പളം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ? ഏറ്റവും ചെറിയ ശമ്പളം അദ്ദേഹത്തിനാ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അതെന്തേ ഉസ്താദെ നിസ്കരിക്കണ എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം തരും, ഈ ചങ്ങാതിക്ക് എന്തേ മന്തിയും മട്ടനും നമുക്ക് കഞ്ഞിയും പയറും എന്തേ വ്യത്യാസമുണ്ട് ഉസ്താദ് നിങ്ങളും തമ്മിൽ? ഉസ്താദ് 5 നേരം ബാങ്ക് വിളിച്ചു, 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നീയോ നിനക്ക് സമയം കിട്ടുമ്പോൾ നീ പോയി നിസ്കരിക്കും. അതാണ് വ്യത്യാസം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുന്നു, അദ്ദേഹം ജമാഅത്തായി നിസ്കരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നത്. നിങ്ങൾ നിസ്കരിച്ചു നോക്ക്, നിങ്ങൾക്കും അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, മക്കളെ എന്നോട് നന്ദി കാണിച്ച ഞാൻ മറക്കൂല നിങ്ങളെ. എന്നോട് നിങ്ങൾ നന്ദി കാണിച്ച നിങ്ങൾക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരും. അതിപ്പോ ഏകദേശം മനസ്സിലായി എല്ലാവർക്കും. അള്ളയോ ഉള്ളെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളയോ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ നിനക്ക് വേണ്ടത് മുഴുവനും അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമയം കറക്റ്റ് 10 മണിയായി. എന്ത് വേണം? കറക്റ്റ് 10 മണിയായി ഇൻഷാ അല്ലാഹ്. കാരണം ഭക്ഷണം ഞാൻ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. ഞാൻ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചു നേരം കൂടി ഇരിക്കുവോ? കുറച്ചു നേരം കൂടി ഇരിക്കുവോ? 10:30 നിർത്തിയേക്കും. കുറച്ചു നേരം കൂടി ഇരിക്കുവോ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണ്ടേ? ചുമ്മാ ചോറും വാങ്ങിച്ചു പോകുന്നതല്ലല്ലോ. നമ്മൾ മജ്ലിസിൽ വരുമ്പോൾ നമുക്ക് അതിനൊരു ഉപകാരം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ ഈ ദുആ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. കുറച്ചു നേരം കൂടി ഇരിക്കുവോ? നിർത്തണോ പറയണോ? പറയണോ എന്നുള്ളൊരു കൈവക്കിക്ക്. അപ്പൊ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പിരിവില്ലല്ലോ കേട്ടോ, പിരിവൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. 2 ചേട്ടന്റെ മൈക്ക് നോക്കടോ, തൊണ്ട പിടിപ്പിക്കല്ലോ, എനിക്ക് നാളെ വാഴുന്നുള്ളൂ. രണ്ടാമതായിട്ട് അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കാര്യമെന്താ? നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്കുത്തരം തരാം. അല്ല പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം. നീ എന്നോട് ദുആ ചെയ്താൽ, നീ എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ല പറയുന്നു, എന്നോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നീ ചോദിക്കുന്നതിന് ഉത്തരം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്താ ഉറക്കെ പറ, എന്ത് ചെയ്താ? ദുആ ചെയ്താൽ ആരുത്തരം തരും? ആരുത്തരം തരും? അല്ല പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും. എന്നോട് നീ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഉത്തരം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും ദുആ ചെയ്യാറില്ലേ? എല്ലാരും ദുആ ചെയ്യാറില്ലേ? താത്താമാരൊക്കെ ചെയ്യാറില്ലേ? ഉത്തരം കിട്ടാറുണ്ടോ? ഉത്തരം കിട്ടാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ കിട്ടാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ തലകുത്തി കിടന്ന് ദുആ ചെയ്യാറുണ്ട്, പക്ഷെ ഉത്തരം കിട്ടാറില്ല. കാരണം നമുക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അതാ നമ്മളിങ്ങനെ കിടന്നിട്ട് ഷോ കാണിക്കണ പോലെയുള്ള അഭിനയം. നമുക്ക് ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, നിങ്ങൾ നിശായ്ക്ക് പള്ളിയിൽ പോയല്ലോ, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഫർള് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാര പായിൽ ഇരുന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. നിങ്ങൾ പള്ളിയിൽ പോയി എത്ര പേരാ സഹോദര ഇമാമു ദുആ ചെയ്തു ആമീൻ പറയണ ശബ്ദമെങ്കിലും നിങ്ങൾ പള്ളിക്കകത്ത് കേൾക്കാറുണ്ടോ? എടാ, ആ സമയത്ത് ഇരിക്കുന്നത് തന്നെ കാണണം. സദ്യ ഉണ്ണാനിരിക്കണവരായിരിക്കണേ. ചമ്മണം കൂട്ടിയിട്ട് അങ്ങോട്ടിരിക്കുക ദുആ ചെയ്യുന്ന സമയം. ഇങ്ങനെ കൈ പിടിക്കണമെന്നാ ദുആ ചെയ്യണം. നമ്മളെങ്ങനെ പിടിക്കണത്? വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ് എന്ന് പറഞ്ഞ് താഴ്ത്തിയിട്ടിരിക്കുക. ആ ദുആ ചെയ്യുന്ന സമയത്ത് പോലും ഒന്ന് നേരെ ഇരിക്കുവാനോ, ഒന്ന് കൈ ഉയർത്തി നേരെ പിടിക്കാനോ, അല്ലെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആമീൻ പറയാനോ നമ്മളിൽ പലർക്കും മനസ്സുണ്ടാകില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളതാ ഞാൻ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഏറ്റവും വലിയ സങ്കടം, ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാനിത് ആർക്കു വേണ്ടിയാ അല്ലാഹ് ചെയ്യണേ? പടച്ചോനെ, ഞാനിത് സങ്കടം കൊണ്ട് ചിന്തിക്കാറുണ്ട്. ആമീനിന്റെ ശബ്ദം ഒന്നും കേൾക്കാറില്ല. എല്ലാരും ഇങ്ങനെ ഇങ്ങനെ മൂളി. ചിലര് ദുആ ചെയ്യണ സമയത്ത് എഴുന്നേറ്റ് പെറ്റി ചാരിയിരിക്കും, ചിലര് പോയിട്ട് തൂണ് ചാരിയിരിക്കും, കിബിലയുടെ നേരെ കാലും നീട്ടിയിരിക്കും. ഇങ്ങനെ ഇരുന്നിട്ടാ. എന്റെ പൊന്നാര സഹോദര, ഓരോന്നിനും ഒരു അദബും മര്യാദയുണ്ട്. ദുആ ഞാൻ തന്നെ ഒരിക്കൽ ചിന്തിച്ചു. ഞാന് സ്ഥലം പറയണില്ല, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ, പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി ചെയ്യുമ്പോൾ
എന്നെ ഒരിക്കൽ ഞാൻ ഒരു ദുആ ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനും കൂടെയുള്ള ഉസ്താദും കൂടെ ഒരു വീട്ടിൽ പോയി. മരിച്ചതിന്റെ 7 എങ്ങാണ്ടായിരുന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഉസ്താദ് യാസീൻ ഓതി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരെയും വിളിച്ചൊരു റൂമിൽ ഇരുത്തിയിട്ട് ഇവരൊക്കെ പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പുറത്തേക്ക് തലയിട്ടിട്ട് നോക്കി, ആരെങ്കിലും ഉണ്ടോ? അല്ലാഹ് ആരെയും കാണുന്നില്ല. അപ്പൊ നോക്കുമ്പോ അങ്ങനെ 2 സഹോദരങ്ങൾ അവിടെ നിൽക്ക, ദുആ ചെയ്യാൻ പോകുന്നു കേട്ടോ. ഉസ്താദ് ചെയ്തോളാൻ എന്റെ കൂടെ വന്ന ഉസ്താദ് 3 പ്രാവശ്യം വിളിച്ചു, കാക്ക ദുആ ചെയ്യാൻ, നിങ്ങൾ ചെയ്തോളാൻ. അവസാനം ഞാൻ യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഞാൻ ചിന്തിച്ചു, ഇതിപ്പോ എന്ത് ചെയ്യാനാ, ഒരു യാസീൻ ഓതിയില്ല, കളയാൻ പറ്റുമോ? അവർക്കാർക്കും വേണ്ട. അവസാനം ഞാൻ തന്നെ ദുആ ചെയ്തു, അല്ലാഹ് ഇതെന്റെ മരിച്ചുപോയ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാഹ്. ഞാൻ അവസാനം എന്റെ വാപ്പയ്ക്ക് തന്നെ ഹദിയ ചെയ്തു. കാരണം ഞാനിത് തമാശ പറഞ്ഞതല്ല, ഇന്നത്തെ ദുആ ചെയ്യുന്നവരുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞാലോ. ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ചിലരൊക്കെ ഇങ്ങനെ ആമീൻ ആമീൻ, ഉസ്താദ് ഒരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ആരോ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നുണ്ട്. ഉണക്കാലത്ത് മഴ പെയ്തതുപോലെ ഉസ്താദിന് വല്ലാത്ത അത്ഭുതം. ആരാ അല്ലാഹ് ഇത്? നോക്കുമ്പോ ഒരു ചങ്ങാതി 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ ആമീൻ ആമീൻ, ഉസ്താദിന്റെ ദുആ അങ്ങ് നീട്ടി. ഇപ്പൊ ഓനിങ്ങനെ ആമീൻ പറയുന്നത് കേട്ടപ്പോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് പതിവില്ലാതെ ഇങ്ങനെ ആമീൻ പറയണേ. അപ്പൊ ഉസ്താദിനൊരു സംശയം, ഇനി വല്ല കിളി പോയതാണെങ്കിൽ അറിയത്തില്ലല്ലോ, വല്ല പൈസ 5 പൈസ കുറവുള്ളാണെങ്കിൽ അറിയില്ലല്ലോ. ഇവന്റെ ഇരുത്തവും പറച്ചിലും അങ്ങനെ ഉസ്താദ് ഈ ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? പോക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ ലോട്ടറി എടുത്തു വെച്ചിട്ടുണ്ട്. നാളെയാണ് ഈ സാധനം പോക്കറ്റിൽ വെച്ചിട്ടാണ് ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നവനാകട്ടെ പറയുന്നവനാകട്ടെ ഇഖ്ലാസ് ഇല്ലാതെ പോകുന്ന ഒരു കാലം. എടോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്കതിന് ഉത്തരമുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞ എന്നോട് ഇവര് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു, ഉസ്താദേ പ്രസംഗം അല്പം കുറഞ്ഞാലും ദുആ കുറയരുത്. കാരണം ഈ വന്നിരിക്കുന്നവര് മുഴുവനും ദുആ പ്രതീക്ഷിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ദുആ എന്ന് ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ദുആ എന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താൽ ഉറപ്പായിട്ടും അല്ലാഹു ഉത്തരം തരികയാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കടല് കണ്ടിട്ടുണ്ടോ മോനെ? കടലിന്റെ തിരമാല പോലും നമുക്ക് വല്ലാത്ത പേടിയാണ്. കാരണം അതിനകത്ത് അകപ്പെട്ടു പോയാൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാ നിങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? പോകും തോറും വല്ലാത്ത ആഴമാണ് സഹോദരാ. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യനെ വീണുപോയാ 1% രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു മനുഷ്യനെ നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. ഒന്നുമില്ലാതെ ഒരു മനുഷ്യനെ ജീവനോട് നടുകടലിൽ വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ സഹോദരാ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. ആ തിമിംഗലം എന്ന് പറയുന്ന മീനെങ്ങാനും ഒരു മനുഷ്യനെ വിഴുങ്ങിയ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വല്ല സാധ്യതയുമുണ്ടോ? എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ചരിത്രം പഠിച്ചവരാണല്ലോ. അതാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നടുകടലിലേക്ക് വലിച്ചെറിയുകയാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിന്റെ വെള്ളത്തിലേക്ക് അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി വെള്ളത്തിൽ മുങ്ങി താഴുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. കടലിലെ ഏറ്റവും വലിയ മത്സ്യം വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അടിയിലേക്ക് പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ല. എത്ര കടന്നു നോക്കിയാലും എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ
പിന്നാലെ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ചെയ്ത ദുആ ഖുർആൻ പറയുകയാ വനദാ لا إله إلا أنت سبحانك إني كنت من الظالمين എല്ലാ വഴികളും അടഞ്ഞു രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല കടലിന്റെ ഇരുട്ടിന്റെ അകത്ത് മീനിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് അല്ലാഹു കൈവിടില്ല എന്നറിയാ എന്റെ റബ്ബിനോട് ചോദിച്ചാ അല്ലാഹു സഹായിക്കുമെന്നറിയാ അതുകൊണ്ട് അവിടെ കിടന്നിട്ടാണ് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നത് വനാദാ ഫിൽ ളുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ യൂനുസ് നബി അവിടെ കിടന്നുകൊണ്ട് പടച്ചവനോട് സഹായം ചോദിക്കുകയാ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തന്നെ പറയുകയാ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ യൂനുസ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു പടച്ചവനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറല് പോലുമില്ലാതെ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോ ഇതിനാണ് ദുആ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ വാപ്പാ എന്റെ വാപ്പയോട് ചോദിക്കുകയാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നീ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ചാ ഉറപ്പായിട്ടും അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരിക്കലും അല്ലാഹു കൈവിടൂല പെങ്ങളെ ദുആ ചെയ്യണം പെങ്ങള് ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയോ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ക്യാൻസർ എന്താണെന്നറിയോ സഹോദരാ നിരാശയാടോ ഈ സമുദായത്തിന് നിരാശയാടോ പടച്ചവനെ ജീവിതത്തിൽ അല്ലാഹു എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്താൽ എല്ലാം തീർന്നു പോയടോ ഇനി ഒരിക്കലും ശരിയാകില്ല ഈ ഒരു ചിന്തയാണ് ഇല്ല സഹോദരാ അല്ലാഹുവിന് നിന്റെ രോഗം മാറ്റാൻ കഴിവില്ലേ ഒരു നിമിഷം മതി മോനെ അല്ലാഹുവിന് മരുന്നിന്റെ ആവശ്യമില്ല ചെറുപ്പക്കാരാ ഏത് രോഗവും മാറ്റാനും പടച്ചവന് പവറുണ്ടടാ പച്ചവെള്ളം കുടിച്ചാ മാറ്റാൻ അല്ലാഹുവിന് പവറുണ്ട് ചെറുപ്പക്കാരാ നിനക്ക് സമ്പത്ത് തരാറ് നിനക്ക് ജോലി തരാറ് നിന്റെ കടയിലെ കച്ചവടം തരാറ് നിനക്ക് വീട് തരാറ് നിനക്ക് മക്കളെ തരാറ് അല്ലാഹുവിന് കഴിവില്ലേ സഹോദരാ അല്ലാഹുവിന് കഴിവുണ്ട് മോനെ ഒരു സഹോദരൻ പറഞ്ഞു ഉസ്താദേ വിവാഹം കഴിഞ്ഞ് 11 കൊല്ലമായി മക്കളില്ല ദുആ ചെയ്യാറ് അല്ലാഹുവേ സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നിരാശ പാടില്ലടോ നിരാശ സാധാരണ പാപമല്ല അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പതറരുത് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത് മക്കളില്ലാത്ത സഹോദരങ്ങളോട് പറയുകയാണ് ഭർത്താവ് പറയുന്ന ഭാര്യയുടെ കുഴപ്പമാണ് ഭാര്യ പറയുന്ന ഭർത്താവിന്റെ കുഴപ്പമാണ് ചിലര് പറയുന്ന വയസ്സായി 35 40 വയസ്സായി ഇനി മക്കളുണ്ടാകില്ല ഒരു സഹോദരൻ പറഞ്ഞു 11 കൊല്ലമായി മക്കളില്ലെന്ന് അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എടോ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ല അതിനേക്കാളും ചില വിപത്ത് ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നിരാശയ പ്രതീക്ഷയില്ല അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഉറക്കപ്പുറല്ല ഈമാൻ തരുമാറാകട്ടെ എന്ത് നിന്റെ രോഗം മാറ്റാൻ അള്ളാഹ്ക്ക് പവറില്ല എടാ പച്ചവെള്ളം കുടിച്ചാൽ മതി എങ്ങാതി അത് അള്ളാഹ്ക്ക് മാറ്റിത്തരാൻ പവറുണ്ട് നിനക്കൊരു വീട് തരാൻ നിനക്ക് മക്കളെ തരാൻ നിന്റെ എന്ത് പ്രയാസവും മാറ്റാനും അള്ളാഹിന് നിമിഷ നേരം മതി നീ ഇല്ലെന്ന് എന്തിനാ പറയുന്നത്
ബക്കറ്റ് എടുക്കാറായോ? അവിടെ ഇരുടെ ചങ്ങാതി നിന്നെ എന്നാ കാണുന്നത്? പണ്ടങ്ങാണ്ട കണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നാര ഭാര്യ പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, മച്ചാക്കിയാ കുഴപ്പം. ഇവിടെ എന്താ വിളിക്കണ ഭർത്താവിന്? മച്ചാന്ന് ഭാര്യ ഭർത്താവിന് എന്തോ വിളിക്കണേ? ചീത്ത വിളിക്കാതിരുന്നാ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും വിളിക്കട്ടെ, പോട്ടെ. ഭർത്താവ് പറയുന്നു, ഭാര്യ പറയുന്നു എന്റെ കുഴപ്പമല്ല, ഇക്കാടെ കുഴപ്പം. ഇക്കാക്ക് കൗണ്ടിങ് ഇല്ല. ഭർത്താവ് പറയണു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്ക് പീരീഡ്സ് നേരെയാകുന്നില്ല, അല്ലെങ്കിൽ ഗർഭപാത്രമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു. എന്നാ താത്ത ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മക്കളില്ല, നബിതങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ആയിഷ ബീവിക്ക് നബിതങ്ങൾക്ക് മക്കളില്ല. കൗണ്ടിങ് കുറഞ്ഞതുകൊണ്ടാ? പീരീഡ്സ് നേരെയാകാത്തത് കൊണ്ടാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ മക്കളില്ല എന്ന് പറയണ താത്ത, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹിനോട് ചോദിക്കേണ്ട രീതി ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് അള്ളാഹ് എത്രയോ മക്കളെ തന്നേനെ. നീ ഒരിക്കലെങ്കിലും ചോദിക്കേണ്ടത് പോലെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അതാ പറയണേ, ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. എങ്ങനെയാ ചോദിക്കണ്ടേ? എടാ ഈ പ്രായമായ പ്രസവിക്കൂല എന്നാരാ പറഞ്ഞേ? നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിക്കേ, ഒരു ചരിത്രം കാണാം. ദുആഇന്റെ മഹത്വം അറിയണമെങ്കിൽ ഈ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ടായിരുന്നു. ഈസാ നബിയുടെ ഉമ്മയാ. എങ്ങനെയാ പള്ളിക്കകത്ത് പോയെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പോയതൊന്നുമല്ല. സക്കരിയ നബി, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയം ആ മഹദി വിചാരിച്ചു ആൺകുട്ടിയാ, മനസ്സിൽ വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ പള്ളിക്ക് കൊടുത്തേക്കാം അല്ലാഹ്. സത്യത്തിൽ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പക്ഷേ നിയ്യത്ത് ചെയ്തത് അതുപോലെ തന്നെ നേർച്ചയാണല്ലോ, അതങ്ങ് പാലിച്ചു. തന്റെ കുഞ്ഞിനെ വളർത്താൻ കൊടുത്തു. പള്ളിയിലെ ഖത്തീബ് സക്കരിയ നബി അലൈഹിസ്സലാം. ഈ സക്കരിയ എന്ന് പറയുന്ന പ്രവാചകനാണ് മറിയമിനെ വളർത്തുന്നത്. ഒരിക്കൽ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോ ഈ മറിയം ഇങ്ങനെ പഴം തിന്നുന്നുണ്ട്. സക്കരിയ നബി നോക്കി, ഈ പഴം സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. 2 ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴവ ഈ പെൺകുട്ടി തിന്നണേ. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്ന് തിന്നുന്നേ. സക്കരിയ നബി ചോദിച്ചു, മോളെ മറിയമേ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ പഴം ഈ നാട്ടിൽ പോലും കിട്ടാത്ത പഴവ, ഇതെവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? മറിയമിന്റെ മറുപടി, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബ് തന്നതാ എനിക്ക്, എന്റെ പടച്ച റബ്ബ് തന്നതാ എനിക്ക്. സക്കരിയ നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് വയസ്സ് ഒരുപാട് കൊല്ലമായി, മക്കളില്ല. 120 വയസ്സുണ്ടെന്നാ ചരിത്രം പറയണേ. സക്കരിയ നബിയുടെ പ്രായം 100 വയസ്സ് കഴിഞ്ഞു. പോട്ടെ, 100 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ പ്രായം നിങ്ങൾ ചിന്തിക്ക്. സക്കരിയ നബി അള്ളാന്റെ മുമ്പിൽ 2 കയ്യും ഉയർത്തിയിട്ട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് മക്കളില്ല അല്ലാ, എനിക്ക് മക്കളില്ല അല്ലാ, എനിക്ക് ഒരുപാട് പ്രായമായി റബ്ബേ, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ. ഖുർആൻ പറയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അള്ളാഹിനോട് പറയുന്നു, എന്റെ എല്ലുകൾ പൊടിയുന്നു പടച്ചവനെ, എന്റെ എല്ലിൽ നിന്ന് മാംസം വിട്ടു, പ്രായമായി, ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും എനിക്കുണ്ട്, എനിക്ക് മക്കളില്ല. എന്റെ ഭാര്യ 92 വയസ്സുണ്ടായിരുന്നു. സക്കരിയ നബിയുടെ ഭാര്യയ്ക്കും പ്രായമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വകാനത് ഇംറഅതി ആഖിറ. ഖുർആൻ പറയാ, നിങ്ങൾ നോക്കിക്കേ, 10, 60, 65 വയസ്സായ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കും. പിന്നെങ്ങനെ മക്കളുണ്ടാവുക? 90 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബിയുടെ ഭാര്യ, അല്ലാഹ് അവള് പ്രസവിക്കാത്തവളല്ല, പ്രായമായല്ല, അവളുടെ എല്ലാം കഴിഞ്ഞു. പടച്ചവനെ, ഒരിക്കലും അല്ലാഹുവേ ഞങ്ങൾക്ക് 2 പേർക്കും മക്കളില്ല അല്ലാ. എന്നാലും പടച്ച റബ്ബേ, നിനക്ക് കഴിവുണ്ട് അല്ലാഹ് ഒരു കുഞ്ഞിനെ തരാൻ. സക്കരിയ നബി, ആ പ്രായം ചെന്ന പ്രവാചകൻ, തന്റെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞിട്ട് അള്ളാനോട് പറയാ, പടച്ചവന് നിനക്ക് കഴിയും എനിക്കൊരു കുഞ്ഞിനെ തരാൻ, എനിക്കൊരു മോനെ വേണോ അല്ലാ. അവിടെയും പറഞ്ഞത് എനിക്കൊരു മോനെ വേണോ അല്ലാ. ഇത് 15-ാമത്തെയോ 20-ാമത്തെയോ 25-ാമത്തെ വയസ്സിലല്ല, മക്കളെ തരണോന്നല്ല, എനിക്കൊരു മോനെ വേണം പടച്ചവനെ, എനിക്കൊരു മോനെ വേണം അല്ലാ. അതാടോ ദുആ.
അതിനാടോ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ വയസ്സാം കാലത്ത് ആ പ്രവാചകൻ അള്ളാഹിനോട് പറഞ്ഞു, എനിക്കൊരു മോനെ വേണോ അല്ലാ, എനിക്ക് വേണം പടച്ചവനെ, വയസ്സാം കാലത്ത് എനിക്ക് വേണം, നിനക്ക് കഴിയും പടച്ചവനെ തരാൻ. അള്ളാഹു കൊടുത്തടോ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരൊറ്റ ദുആ, അതിനാ ദുആ എന്ന് പറയുന്നത്. ആ വയസ്സാം കാലത്ത് പോലും ആ പ്രവാചകൻ അറിയാം, എന്റെ റബ്ബെന്നെ കൈവിടൂല, എന്റെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും എന്റെ റബ്ബെനിക്ക് തരും. അള്ളാഹു മാന്യന, വെറും കൈയോട് അള്ളാഹു മടക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല പറഞ്ഞ വാക്ക, എന്നോട് ചോദിച്ച ഞാൻ ഉത്തരം തരും. ഇപ്പോഴും ഞാൻ പറയുന്നു, ആരല്ലാടെ മുമ്പിൽ കൈനീട്ടിയാലും നിന്നെ വെറും കൈയോട് അള്ളാഹു മടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരല്ലാനോട് ദുആ ചെയ്താലും നിനക്ക് 3-1 അള്ളാഹു തന്നിട്ടേ വിടൂ, വെറുതെ ഇറക്കി വിടൂല. അള്ളാഹു മാന്യന തന്റെ മുമ്പിൽ ഒരു അടിമ കൈനീട്ടിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ അള്ളാഹു വിടൂല. 3-4 കാര്യം അള്ളാഹു തരും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹു തരും. നീ എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് തന്നെ അല്ലാഹു തരും. അതല്ലെങ്കിൽ ആ ദുആ അല്ലാഹു നാളെ മഹ്ശറയിലേക്ക് മാറ്റിവെക്കും, മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക്. ചോദിച്ചൊന്നും തരൂല, അല്ലാഹു അത് മാറ്റിവെക്കും പിന്നീട് തരാൻ. അല്ലെങ്കിലോ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് അല്ലാഹു തട്ടിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സഹോദര ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. വഖഫ് ബില്ലൊക്കെ പാസ്സായി കഴിഞ്ഞു. ഏതെല്ലാം രീതിയിൽ പേപ്പട്ടി വരുന്നൊരു പട്ടി ഓടി വരുന്നു. കുറെ പേര് പുറകിൽ നിന്ന് പറയുന്നു പേപ്പട്ടി വരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. നമുക്ക് പ്രതിരോധിക്കുവാൻ നമുക്ക് ആൾബലമോ അല്ലെങ്കിൽ അധികാരമോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരൊറ്റ ഉറച്ച വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും അള്ളാഹു നമ്മളെ സഹായിക്കും. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നീ നല്ല കാര്യങ്ങൾ ചെയ്താൽ, നീ എന്നെ ഭയന്ന് ജീവിച്ചാൽ ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. എനിക്ക് നിങ്ങളോടും എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയാനുള്ളത്, റോഡിൽ ഇറങ്ങിക്കിടന്ന് ജയ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ചങ്ങാതി, വെയിൽ കൊണ്ടതേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നീ അള്ളാഹുവിനനുസരിക്ക്, നിന്റെ റബ്ബ് പറയുന്നത് നീ അനുസരിക്ക്, ദീനനുസരിച്ച് ജീവിക്ക്. നീ എവിടെ പോയാലും രക്ഷപ്പെടും. 313 സ്വഹാബത്ത് ബദറിൽ രക്ഷപ്പെട്ടത് ആൾബലം കൊണ്ടോ ആയുധം കൊണ്ടോ അല്ല, ഈമാൻ കൊണ്ടാ. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, ലോകത്ത് ഇന്ന് വന്ന് നടന്ന ഏത് ഇസ്ലാമിക യുദ്ധമാകട്ടെ, എല്ലായിടത്തും ജയിച്ചത് ന്യൂനപക്ഷമാ, ഭൂരിപക്ഷമല്ല. അവര് ജയിച്ചത് ഈമാൻ കൊണ്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ദുആ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ആയുധവുമായി നമുക്ക് പോരാടാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ, ദുആയിക്ക് ഇജാബത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു സദഖ കൊടുക്കുന്നത് നല്ലതാ. ഇതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. അസ്സദഖ തുറദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളും തട്ടിമാറ്റാൻ സദഖയ്ക്ക് പവറുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. പെങ്ങളെ, നിനക്ക് ഏതെങ്കിലും മാരകമായ രോഗമുണ്ടോ? അള്ളാഹു ആലം നമുക്കറിയില്ല. അതുകൊണ്ട് സംഘാടകർ വരുന്നു, അവരുടെ നിയ്യത്ത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി. ഉസ്താദെ, ഞങ്ങൾക്കൊന്നും വേണ്ട. സംഘാടകർ എന്നെ കാണാമെന്നപ്പോ തന്നെ പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾക്ക് പിരിവല്ല ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, ഒരു നല്ല മജ്ലിസ് വെക്കണം, ദുആ ചെയ്യണം. എല്ലാവർക്കും അൽഹംദുലില്ലാഹ് ആ ഒരു നിയ്യത്തോടു കൂടി ആ കുട്ടികൾ എൻ്റെ അടുക്കൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഓരോ വീട്ടിൽ പോകുമ്പോഴും, ഉസ്താദെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അരി കൊടുത്തവരുണ്ട്, ഇറച്ചി വാങ്ങിക്കൊടുത്തവരുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞത്, മരിച്ചുപോയ ഞങ്ങളുടെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ ദുആ വസിയ്യത്തുകൾ, അവർ വേറെ ഒന്നുമല്ല, ഒരു ദുആ വസിയ്യത്താണ് നടത്തിയത്. എൻ്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. പ്രത്യേകിച്ച് ഷബീർ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എന്റെ കൂടപ്പിറപ്പന്റെ സഹോദരൻ ഈ അടുത്താണ് റമദാനിലാണ് മരണപ്പെട്ടു പോയത്. ഒരുപാട് നല്ല കാര്യം ഓട്ടോ ഓടിച്ച് ജീവിക്കുമ്പോഴും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് സഹായങ്ങൾ ആ സഹോദരൻ ചെയ്തു. പുന്നലയിലുള്ള ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പേര് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി നേരത്തെ ഈ മജ്ലിസിൽ വന്ന് ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്ത് വളരെ സന്തോഷത്തോടെ പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അവൻ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ദയാലുവായ അല്ലാഹുവേ, ദുആയിക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസാക്കണേ തമ്പുരാനെ. ധാരാളമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. أرحم റഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ പടച്ചോനെ. ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ ഓതിയ ഖുർആനിനെ നീ സ്വീകരിക്കണേ ഞങ്ങൾ കൊടുത്ത സ്വതക്കകളെ നീ കബൂലാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത സർവ്വ അപരാധങ്ങളും നീ പുറത്തു മാപ്പാക്കണേ പടച്ചവനെ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹുവേ. ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല പടച്ചവരെ. നിന്നോട് നിന്റെ അടിമകൾ ദുആ ചെയ്താൽ നീ ഉത്തരം തരുമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനെ. പ്രതീക്ഷയോട് ഞങ്ങൾ കൈനീട്ടുന്നു, നീ ഞങ്ങളെ വെറും കയ്യോടെ മടക്കല്ലേ ഞങ്ങളുടെ പാപം പൊറുക്കണേ ഉഹദ് മലയോളം പാപം ചെയ്താലും നീ പുറത്തു തരുന്നവനാണല്ലോ റബ്ബേ. നീ 100 കൊല ചെയ്തവര് പുറത്തു കൊടുത്തവനാണല്ലോ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും ഇപ്പൊ കഴുകി ശുദ്ധമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. നീ അവരോട് കരുണ കാണിക്കണേ അവർക്ക് പുറത്തു കൊടുക്കണേ അവരുടെ കബറിടം വിശാലമാക്കണേ സ്വർഗ പൂങ്കാവനമാക്കണേ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ എന്റെ മക്കളും എന്റെ കൂടപ്പറപ്പുകളും എന്റെ കുടുംബക്കാരും എന്നെ മറന്നില്ലല്ലോ എന്നോർത്ത് അവര് കബറിൽ കിടന്ന് സന്തോഷിക്കണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അവരുടെ പൊരുത്തം നൽകണേ അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ റബ്ബേ, വീടിന്റെ അകത്ത് കിടന്ന് രോഗം പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങളിലും പലരും രോഗികളാണ് റഹ്മാനെ. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് പടച്ചവരെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ശിഫ നൽകണേ ശിഫ നൽകണേ ആഫിയത്ത് നൽകണേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവരെ. ഞങ്ങളുടെ ഔറത്തുകളിൽ അറപ്പോടെ വെറുപ്പോടെ മറ്റുള്ളവര് തൊടുന്ന അവസ്ഥ വരുത്തല്ലേ പടച്ചവരെ. മരിക്കാൻ വേണ്ടി സ്വന്തം മക്കള് പോലും കൊതിക്കുന്ന ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ കള്ളും കഞ്ചാവും മയക്കുമരുന്നിന്റെയും അടിമകളാക്കല്ലേ പടച്ചവനെ. ജീവിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അഹങ്കാരിയാക്കല്ലേ നന്ദി കെട്ടവളാക്കല്ലേ നിന്നെ ഭയന്ന് ജീവിക്കുന്നവളാക്കണേ അല്ലാഹുവേ. എപ്പോ എവിടെ വെച്ചാട് മരണം വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം നൽകണേ
ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മുഖ്റബിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. ഈ പ്രായമുള്ളവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരായിരിക്കും, നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കു റബ്ബേ. അവരുടെ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നീ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. പാവങ്ങളാണ് റബ്ബേ, സാധുക്കളാണ് റബ്ബേ. രാവും പകലും ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മക്കളാണ് റബ്ബേ. നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഒത്തൊരുമ നീ നിലനിർത്തണേ അല്ലാ. അവരുടെ പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. ഈ സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സദക്ക ചോദിച്ചപ്പോ തന്നവരെ നീ മറക്കല്ലേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ പേര് നിനക്കറിയാമല്ല, അവരുടെ ആഗ്രഹം നിനക്കറിയാമല്ല, അവരുടെ വീട് നിനക്കറിയാമല്ല. നീ അവരെ കൈവിടല്ലേ പടച്ചവനെ. അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഭക്ഷണത്തിലേക്ക് അരി തന്നവർ, ഇറച്ചി തന്നവർ, മനസ്സിനുള്ളിൽ ആഗ്രഹങ്ങൾ പറഞ്ഞവർ ഒരാളെയും നീ കൈവിടല്ലേ തമ്പുരാനെ. ആ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. നീ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരി മജ്‌ലിസിലുണ്ട് റബ്ബേ. ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്റെ കുടുംബവുമായി ബന്ധമുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഷാനവാസ് എന്ന സഹോദരനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. വീടിന്റെ പണിയൊക്കെ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കുറ്റിച്ചെല്ലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അനീസും അസീമും ഷഫീഖും അല്ലാഹുവേ ആ 3 പേരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിത മാർഗത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഈ മാസം 23-ന് കല്യാണം നടക്കുന്നു. KMYF-ന്റെ പ്രവർത്തകർ അല്ലാഹുവേ പടച്ചവനെ നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ അലിഫിന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ KMYF-ന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ കൂടെ മുൽപ്പ് നിൽക്കുകയും വലിയ സഹായം ചെയ്യുന്ന ഷറഫ് അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. നാളെ ഹോസ്പിറ്റലിൽ പടച്ചവനെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. നീ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ 4701 രൂപ ഒരു സഹോദരൻ നൽകി പടച്ചവനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഭക്ഷണം വെക്കാൻ, ഭക്ഷണം വിളമ്പാൻ ഒരുപാട് കൂട്ടുകാരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാഹുവേ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ.
ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹു, ഈ ഉമ്മത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്നു റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വഖഫ് പോലും പിടിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നു പടച്ചവനെ. നീ സഹായിക്കണേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. നിന്റെ ഭവനം നീ ഏറ്റെടുക്കണേ അല്ലാ. വഴികൾ നീ തുറക്കണേ അല്ലാ. ഇതിനൊരു പര്യവസാനം ഉണ്ടാകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സൗഹാർദ്ദത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു, ഈ ദുആയ നീ കബൂലാക്കണേ പടച്ചവനെ. ഈ രാത്രിയിൽ ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും കബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടെ പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. പ്രച്ചവനെ, ഈ ശബ്ദം നീ നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ റബ്ബേ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹു, എന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. അറുത്തു മുറിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ദുആയിക്ക് നീ ഇജാബത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാഥാ. തൗബയാക്കണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن شاء الله എല്ലാവരും അവിടെ ഇരിക്കുക. നിങ്ങളുടെ ആഹാരം കൊണ്ടുതരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും വാങ്ങിക്കൊണ്ടു പോകണം. അൽഹംദുലില്ലാഹ്. സൽസബീൽ എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.